എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. നമ്മൾ സൂര്യകാലടി ഭട്ടതിരിപ്പാടിൻ്റെ കഥകളാണ് കേട്ടിരുന്നത്. ഇപ്പോൾ രണ്ടാഴ്ചയോളമായി എനിക്ക് സുഖമില്ലാതെയായിട്ടത് നിന്ന് പോയിരിക്കുകയാണ്. ഇന്ന് നമുക്കതിൻ്റെ അവസാന ഭാഗം കേൾക്കാം. കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് കുഞ്ചമൺ പോറ്റിയുടെ ബോട്ട് ആലിൻ്റെ മുകളിലെടുത്ത് വെച്ച് ഇരിക്കണ ഗണപതിയെയാണ് കണ്ടത്. ആ കഥയാണ് നമ്മൾ കേട്ടത് അല്ലേ. പിന്നീട് ഒരിക്കൽ കാലടിയിൽ ഭട്ടതിരി കോഴിക്കോട് പട്ടത്താനത്തിനായിട്ട് പോയി. സാമൂതിരിയുടെ രേവതി പട്ടത്താനം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിന് വേണ്ടിയിട്ട് പോയി. അവിടെ കൗണാറിന് വടക്കേ കരയുള്ളവർക്കല്ലാതെ പട്ടത്താനത്തിന് പങ്കെടുക്കാൻ ഉള്ള അർഹതയില്ല, അങ്ങനെ പതിവില്ല എന്നാണ് പറയണത്. കൗണാറ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീനച്ചിലാറ് എന്നാണ് ശബ്ദതാരാവലിയിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. കൗണാറെന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കൗണാറ് മീനച്ചിലാറെന്നാണ് ശബ്ദതാരാവലിയിൽ കാണുന്നത്. അപ്പോൾ കൗണാറിന് വടക്കേ കരയുള്ളവർ വടക്കോട്ട്, മീനച്ചിലാറിൻ്റെ വടക്കോട്ടുള്ളവർക്ക് ഈ താനത്തിന് പതിവുള്ളൂ. മീനച്ചിലാറിൻ്റെ തെക്കു ഭാഗത്തുള്ളവർക്ക് ഇതിന് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നിയമം. അങ്ങനെ കാലടി ഭട്ടതിരി കൗണാറിന് തെക്കേക്കര ആയിരുന്നു. ശരിക്കു പറഞ്ഞാൽ കാലടിയിൽ ഭട്ടതിരിയുടെ ഇല്ലം കൗണാറിൻ്റെ തെക്കേക്കര ആയിരുന്നു എന്നാണ് പറയണത്. എന്താണെന്ന് വെച്ചാൽ കുമാരനെല്ലൂർ അടുത്ത് ഞങ്ങളുടെ നെട്ടാശ്ശേരി ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം എന്ന് നമ്മൾ ആദ്യം കേട്ടില്ലേ. അങ്ങനെ ആകുമ്പം നമ്മുടെ മീനച്ചിലാറിൻ്റെ ആറ് കഴിഞ്ഞ് തെക്കോട്ട് പോകണം ഇല്ലം. അങ്ങനെ ആകുമ്പം പങ്കെടുക്കാൻ ശരിക്കും പാടില്ല. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് താനം ചാർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കായി. അപ്പോൾ താനത്തിനായിട്ട് അവിടം വരെ ചെന്നിട്ട് വെറുതെ പോരണത് ഒരു അവമാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭട്ടതിരി എന്തു പറഞ്ഞു, എൻ്റെ ഇല്ലം കൗണാറിൻ്റെ വടക്കേ കരയാണ്, എന്ന് വെച്ചാൽ മീനച്ചിലാറിൻ്റെ വടക്കേ വടക്ക് ആണ് എന്ന് പറഞ്ഞു. ഇല്ലം ശരിക്കും തെക്കേ കരയിലാണ് എന്ന് അതറിയാവുന്നവരും അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അവരെല്ലാവരും ഭട്ടതിരിയുടെ എല്ലാം തെക്കേക്കരയാണ് എന്ന് പറഞ്ഞു അത്രേ. ആര് പറഞ്ഞാലും ഭട്ടതിരി സമ്മതിക്കുകയില്ല. അദ്ദേഹം പിന്നെ എൻ്റെ ഇല്ലം വടക്കേക്കരയാണ് എന്നിങ്ങനെ പറയൂത്രേ. ഇങ്ങനെ വഴക്ക് കലശലായി. അപ്പോൾ സാമൂതിരിപ്പാട് വിവരം അറിഞ്ഞു. അവിടുന്ന് എന്ത് ചെയ്തു, ഒടുക്കം ഒരു തീർപ്പ് വെച്ചു. എന്താണെന്ന് വെച്ചാൽ തൽക്കാലം ഭട്ടതിരിയെ താനത്തിന് പങ്കെടുപ്പിക്കുക, താനം ചാർത്തുക എന്ന് പറഞ്ഞാൽ, പട്ടത്താനം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ സദസ്സാണ്. അവർക്ക് പണക്കിഴി ഒക്കെ കിഴി കൊടുക്കും. അപ്പോൾ തൽക്കാലം താനത്തിന് പങ്കെടുത്തോട്ടെ, കിഴിയും കൊടുക്കുക. ഇവിടുന്ന് ഒരാളെ അയച്ചിട്ട് ഭട്ടതിരിയുടെ എല്ലാം തെക്കേക്കരയാണോ വടക്കേക്കരയാണോ എന്ന് നോക്കി ഉറപ്പ് വരുത്തി അതിൻ്റെ ശേഷം പോയ ആൾ ഇങ്ങോട്ട് തിരിച്ചു വരണത് വരെ ഭട്ടതിരി ഇവിടെ താമസിക്കണം, പോവാൻ പാടില്ല. ഭട്ടതിരി സത്യമാണ് പറഞ്ഞതെന്നാണെങ്കിൽ അദ്ദേഹത്തെ നന്നായിട്ട് ബഹുമാനിച്ച് വിട്ടയക്കും. പറഞ്ഞത് കളവാണ് എന്നാണെങ്കിൽ കൊടുത്ത കിഴി തിരികെ വെപ്പിക്കുകയും പിന്നെ അതിനനുസരിച്ചുള്ള ശിക്ഷ, ആ കളവിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിച്ചു സാമൂതിരിപ്പാട്. അങ്ങനെ ആ കൽപ്പന ഭട്ടതിരി അവിടെയുള്ള മറ്റെല്ലാവരും ഭട്ടതിരിയും ഒക്കെ സമ്മതിച്ചു. ഭട്ടതിരിയെ കൂടെ താനത്തിന് ചാർത്തുകയും ചെയ്തു. അങ്ങനെ കൽപ്പന കേട്ടിട്ട് കോഴിക്കോട്ട് നിന്ന് അയച്ച ആൾ വന്ന് നോക്കി. ഇപ്പോൾ എന്താണ്, ഭട്ടതിരിയുടെ എല്ലാം വടക്കേക്കരയാണ് ഇരിക്കണത്, കൗണാറ് തെക്ക് പുറത്തെ അങ്ങനെ ഒഴുകണു, ഭട്ടതിരിയുടെ ഇല്ലത്തിൻ്റെ തെക്ക് ഭാഗത്തു കൂടിയാണ് കൗണാറ് ഒഴുകണത് എന്ന് മനസ്സിലായി. അവിടെ ചെന്നപ്പോൾ അങ്ങനെയാണ് കണ്ടതത്രേ. അവിടെ പോയ ആൾ ഇവിടെ വന്ന് സാമൂതിരിപ്പാടിനോട് പറഞ്ഞു, വടക്കേക്കര തന്നെയാണ് ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലം എന്ന് പറഞ്ഞു. ഉടനെ സാമൂതിരിപ്പാട് തമ്പുരാൻ എന്ത് ചെയ്തു തീരുമാനിച്ചത്,
ഭട്ടതിരിയെ മുമ്പിൽ വിളിച്ചു വരുത്തി ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ബഹുമാനിച്ചയച്ചു. ശരിക്കു പറഞ്ഞാൽ ഭട്ടതിരിയുടെയെല്ലാം കവണാറിൻ്റെ തെക്കേക്കര തന്നെ ആയിരുന്നു. ഈ തർക്കം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? ഭട്ടതിരിക്ക് അവമാനം വരുമല്ലോ എന്ന് വിചാരിച്ച നമ്മുടെ ഗണപതി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് കുത്തി ആറിനെ തിരിച്ച് ഭട്ടതിരിയുടെ ഇല്ലത്തിൻ്റെ തെക്കുപുറ ആക്കി വിട്ടു എന്നാണ് പറയണത്. ആറ് പണ്ട് ഭട്ടതിരിയുടെ ഇല്ലത്തിൻ്റെ വടക്കുപുറയായിരുന്നു, ഇല്ലം ആറിൻ്റെ തെക്കേക്കരയായിരുന്നു എന്നർത്ഥം. എന്നാൽ അത് ഇപ്പോഴും അവിടെ ചെന്ന് നോക്കിയാൽ ആ സ്ഥലത്തിൻ്റെ കിടപ്പ് കൊണ്ട് മനസ്സിലാവും എന്നാണ് പറയണത്. അങ്ങനെയൊക്കെയാണ് ഈ കാലടിയിൽ ഭട്ടതിരിമാർക്ക് ഈ ഗണപതി സഹായം ചെയ്തിരുന്നത്. അവസാനം എന്തുണ്ടായി? ഇങ്ങനെ ഗണപതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചതൊക്കെ ഗണപതി ഭഗവാൻ അങ്ങോട്ട് നിറവേറ്റി കൊടുക്കും. അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ എല്ലാം ഭഗവാൻ ചെയ്യും. അങ്ങനെ ആയി അവസാനം ഒരു കാര്യം കൊണ്ട് ഗണപതി തെറ്റി ഇവരോട്. അതെന്താണ്? ആ കാരണവും കൂടി നോക്കാം. ഈ പ്രത്യക്ഷമായിരുന്ന ഗണപതി പിന്നെ അങ്ങനെ അല്ലാതെ ആവാനുള്ള ഒരു കാരണം ഉണ്ട്. ഇതിൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു കപ്പക്കച്ചവടക്കാരൻ ഒരുപാട് വില പിടിച്ച ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റി അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ട് കൊണ്ടുപോയ ഒരു കപ്പൽ അതങ്ങോട്ട് സമുദ്രത്തിലാണ് താണുപോയി. കപ്പലിലുണ്ടായിരുന്നവർ എങ്ങനെയൊക്കെയോ ഒരു വിധം മരിക്കാതെ നീന്തി ഇങ്ങനെയൊക്കെ കരയ്ക്ക് കയറി. കപ്പലിൻ്റെ ഉടമസ്ഥനും മരിച്ചൊന്നുമില്ല. അവരൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. കപ്പൽ ഛേദം കൊണ്ട് ഒരുപാട് നഷ്ടമുണ്ടായി. ആ കപ്പലിൻ്റെ ഉടമസ്ഥന് ഒരുപാട് നഷ്ടമുണ്ടായി. ഒരുപാട് വില പിടിച്ച സാധനങ്ങളായിരുന്നു ആ കപ്പലിലുണ്ടായിരുന്നത്. അയാൾക്ക് വലിയ സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോൾ ഈ കാലടിയിൽ ഭട്ടതിരിക്ക് ഗണപതി പ്രത്യക്ഷമാണ്. അവിടെ ചെന്ന് പറഞ്ഞ് അതിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരും എന്നൊക്കെ ആരോ ഒരാൾ അയാളോട് പറഞ്ഞു അത്രേ. ഉടനെ ആ കച്ചവടക്കാരൻ കാലടിയിൽ ഭട്ടതിരിയെ പോയി കണ്ടു, വിവരമെല്ലാം പറഞ്ഞു. സാമാനങ്ങൾക്കൊന്നും ഒരു നഷ്ടവും കപ്പലിന് കേടും ഒന്നും കൂടാതെ ഈ കപ്പലൊന്ന് ഉയർത്തി കൊടുത്താൽ കപ്പലിലുള്ള സാധനങ്ങളുടെ പകുതി വില ഭട്ടതിരിക്ക് കൊടുക്കാം എന്നങ്ങോട്ട് പറഞ്ഞു അത്രേ. അപ്പോൾ ഉടനെ ഭട്ടതിരി പറഞ്ഞു, ഉയർത്തി കൊടുക്കാമെന്ന് അങ്ങോട്ട് സമ്മതിച്ചു ഭട്ടതിരി. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും പിന്നെ എന്താ ഭട്ടതിരിക്ക് പറ്റുമോ? സ്വയം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്നാൽ ഗണപതിയുടെ ബലത്തിലാണ് ഈ പറയണത്. പിന്നെ ഗണപതിയുടെ അടുത്ത് ചെന്നു ഈ വിവരമൊക്കെ പറഞ്ഞു. ഒക്കെ ഗണപതിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അല്ലേ? എന്നാലും പോയി അപേക്ഷിച്ചു. അപ്പോൾ ഗണപതി എന്തു പറഞ്ഞു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ പ്രയാസമാണ് കേട്ടോ എന്ന് പറഞ്ഞു ഗണപതി. അപ്പോൾ ഭട്ടതിരി എന്തു പറഞ്ഞു? ഈ കാര്യം ഞാൻ ഇങ്ങനെ സാധിച്ചു കൊടുത്തേക്കാമെന്ന് അങ്ങോട്ട് ഏറ്റുപോയി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർവഹിച്ചു തരണം എന്നങ്ങോട്ട് നിർബന്ധം പിടിക്കാൻ തുടങ്ങി ഭട്ടതിരിപ്പാട് ഗണപതി ഭഗവാനോട്. അപ്പം എന്ത് ചെയ്തു? ഉടനെ ഗണപതി പോയി സമുദ്രത്തിൽ മുങ്ങി കപ്പൽ തൻ്റെ ഒറ്റക്കൊമ്പ് കൊണ്ട് അങ്ങനെ ഉയർത്തി പൊക്കി കൊണ്ടുവന്നു. കച്ചവടക്കാരൻ പറഞ്ഞിരുന്നത് പോലെയുള്ള പകുതി സാധനങ്ങളുടെ വിലയൊക്കെ ഭട്ടതിരിക്ക് കച്ചവടക്കാരൻ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഗണപതി ഭട്ടതിരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ദ്രവ്യത്തിലുള്ള ഒരു അത്യാഗ്രഹം കൊണ്ട് ഇപ്പോൾ എന്നോട് ഇന്നതേ പറയാവൂ എന്ന് ഒരു തീർച്ചയില്ലാണ്ടായിരിക്കണം. എന്നോട് എന്തും പറയാമെന്നുള്ളൊരു നാട്യായി അർത്ഥം, ചുരുക്കം. എങ്ങനെ എന്നതേ പറയാവൂ, ഇന്നത് പറയാൻ പാടില്ല എന്നുള്ളത് ഇല്ലാതെ ആയിരിക്കണം. അത് ഞാൻ നിങ്ങൾ പറയണ പോലെ എല്ലാം ചെയ്ത് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ ഇരുന്നത് കൊണ്ടുള്ള അഹമ്മതിയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അത്ര ഗണപതി. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്നെ പ്രത്യക്ഷമായിട്ട് കാണില്ല. എന്നാലും നിങ്ങൾ എന്നെ ഒരുപാട് സേവിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു തന്നോളാം. ദുസ്സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് അതിനും അതുപോലെ അത്യാഗ്രഹം കൊണ്ടും
എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഗണപതി ഭഗവാൻ മറിഞ്ഞു പോയി ഇത്രേ. പിന്നെ അവിടെ ആ ഇല്ലത്തുള്ളവരൊന്നും ഗണപതി ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാലും അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഗണപതി ഭഗവാൻ സാധിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇരുന്നു എന്നാണ് പറയണത്. കാലം കൊണ്ട് ആ ഇല്ലത്തുള്ളവർക്ക് മുമ്പുണ്ടായിരുന്നവരാദ്യം ഈ സൂര്യകാലടി ഭട്ടതിരിപ്പാടിൻ്റെ ആ കാലത്തുള്ളവർക്കൊക്കെ നല്ല വിശ്വാസമായിരുന്നു. പിന്നെ 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 ഗണപതിയെ പ്രത്യക്ഷമായിട്ട് കാണണമെന്നില്ലല്ലോ, മറിഞ്ഞില്ലേ. അങ്ങനെയായപ്പോൾ പിന്നെ 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 ഈ തപശക്തിയും അതുപോലെ ഗണപതി ഭഗവാനോടുള്ള ഭക്തിയും ആ സേവയും ഒക്കെ കുറഞ്ഞു 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 വന്നു തുടങ്ങി എന്നാണ് പറയണത്. അപ്പോൾ കാര്യസിദ്ധിയും കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങോട്ട് വിചാരിക്കുന്നത് പോലെ ഇങ്ങോട്ടും കിട്ടുള്ളൂ, എങ്ങനെയായാലും അല്ലേ, ഏത് ഭഗവാനായാലും. എന്നാലും ഈ കാലടിയിൽ ഗണപതിയുടെ ശക്തിയും മാഹാത്മ്യവും ഇന്ന് ഉണ്ട്, ഇല്ലാണ്ടായിട്ടില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ കാലടിയിൽ ഭട്ടതിരിമാരുടെ മന്ത്രവാദവും മറ്റു മന്ത്രവാദക്കാർക്കില്ലാത്ത ഒരു ഫലം ഇവർ മന്ത്രവാദം ചെയ്താൽ ഇപ്പോഴും കാണുന്നുണ്ട് എന്നാണ് പറയണത്. അതുപോലെ ഇപ്പോൾ ഈ കലിയുഗം ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് അന്നത്തെ പോലെയുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെ കാണാനും ബുദ്ധിമുട്ടാവും എന്നാണ് പറയണത്. ഇങ്ങനെയാണ് സൂര്യകാലടി ഭട്ടതിരിപ്പാടിൻ്റെ കഥ. അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവാലൂർ ക്ഷേത്രത്തിൻ്റെ കുളപ്പുരയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇവിടെ മുഴുവനായി. അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.